ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ്, പച്ചമാങ്ങ അച്ചാർ. അപ്പം ഒരുപാട് അച്ചാറുകൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ മാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ വായിൽ നിന്നൊരു രുചി പോകാത്തൊരു ടേസ്റ്റാണല്ലേ. നമുക്ക് എപ്പോഴും കൊതിയൂറുന്നൊരു ടേസ്റ്റാണ് മാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയായി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തായി ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 വലിയ മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മിയെടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഉപ്പൊക്കെ മാങ്ങയിലേക്ക് നന്നായി പിടിക്കും. മുളക് പൊടിക്കായി ഞാനിവിടെ 40ഓളം മുളക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പാന് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക്, പച്ചമുളക്, ചുവന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇതൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് ചതച്ച് വെച്ച കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടുകും ഉലുവപ്പൊടിയും ചേർക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ്. കാരണം ഓൾറെഡി അത് നമ്മൾ വറുത്തെടുത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ അത് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു ചെറിയ ചൂടിലേക്ക് നമുക്ക് മാങ്ങയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അടിപൊളി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം പോയി ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി മാങ്ങ അച്ചാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.